കേരളത്തെയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന അതിർത്തി ഗ്രാമമായ പാറശാലയിലെ ഒരു പതിവ് ദൃശ്യം. കരിമ്പന ചെത്തി, അക്കാനി വച്ചി, കരുപ്പട്ടി ഉണ്ടാക്കി ഉപജീവനം നടത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു. തപസ്സിമുത്തു അതിൽ ഒരു കണ്ണി മാത്രം. അന്യം നിൽക്കുന്ന പാരമ്പര്യ തൊഴിൽ കൈവിടാൻ മനസ്സില്ലാതെ ഈ ഉത്തരാധുനിക യുഗത്തിലും തപസ്സിമുത്തു പന കയറുകയാണ്. പനമ്പാളകളിൽ ഊറി നിറയുന്ന ജീവിത സ്വപ്നം ഇവരെ ഉയരങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. പഠിപ്പും പത്രാസും പുത്തൻ തൊഴിൽ സംസ്കാരവും വന്നതോടെ പ്രതാപകാലം അവസാനിച്ചെങ്കിലും ആ കാലത്തിന്റെ ദുരന്ത സ്മാരകങ്ങൾ പോലെ ഇന്നും ശിരസുയർത്തി നിൽക്കുന്ന കരിമ്പനകൾ ഗ്രാമത്തിൽ അങ്ങിങ്ങ് കാണാം. തെങ്ങ് പോലെ പനയും നമുക്ക് കൽപ്പവൃക്ഷമാണ്. രക്തദാഹികളായ യക്ഷിമാർ കരിമ്പനയിൽ നിവസിക്കുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. എന്നാൽ പനകയറ്റക്കാർക്ക് ഈ പനകൾ എല്ലാം തരുന്ന അമ്മയാണ്. അക്കാനി അമ്മയുടെ മുലപ്പാലും. മിത്തുകളിലും പാഴൂർ പത്തുഭാഗ്യങ്ങളിലും പരാമർശിക്കപ്പെടുന്ന പനയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നീതിമാൻ പനയെപ്പോലെ തഴച്ചു വളരും എന്നാണ് ബൈബിളിൽ പറയുന്നത്. പന ഇരുന്നാലും 1000 വർഷം, പന മുറിഞ്ഞാലും 1000 വർഷം എന്ന് പഴമൊഴി. കരിമ്പനകൾ 2 തരമുണ്ട്, ആൺപനയും പെൺപനയും. പന ഒറ്റത്തടി വൃക്ഷമാണെങ്കിലും അപൂർവമായി കവരപ്പനകളും കാണുന്നുണ്ട്. പന അമ്മയാണ്, തീർച്ചയാണ്. അതിന് ഉദാഹരണമുണ്ട്. അമ്മയുടെ പാലാണ് പന എന്ന് പറയുന്നത്. അതിനൊരു ഐതിഹ്യം പറയുകയാണ് മണ്ടക്കാട്. മണ്ടക്കാടിൽ ഒരു പന ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അത് തീർച്ചയാണ്. അത് അന്നിടുക്കി, അന്നിളതാക്കി, അന്ന് കയറി, അന്ന് കലം കെട്ടി, അന്നക്കാനിയെടുത്ത് അമ്മയ്ക്ക് കുട കൊടുക്കും. അതായത് കുരുത്തോല വെട്ടി ഇറക്കിയിട്ട് അവിടെ ഇന്നും കുട കൊടുക്കുകയാണ്. മണ്ടക്കാട്ടമ്മ അനുഗ്രഹിച്ചതു മുതലാണത്രേ പനങ്കളിലെ ചുണ്ണാമ്പ് തടവി അക്കാനിയാകുന്ന വിദ്യ പനകയറ്റക്കാർക്ക് പകർന്നു കിട്ടിയത്. പനകയറ്റക്കാരന്റെ ഒരു ദിവസം ആരംഭിക്കുകയായി. പൊടിക്കല്ല് തട്ടി മുരുക്കുത്തടിയിൽ പൊടിയിട്ട്, അരിവാത്തി തേച്ച് മൂർച്ച കൂട്ടി, മുണ്ട് തട്ടുടുത്ത്, നെഞ്ചിൻ പട്ട കെട്ടി, അരുവാപ്പെട്ടി അരയിൽ കെട്ടി, തലയിൽ ത്ലാപ്പും തോളിൽ മുരുക്കുത്തടിയുമായി അയാൾ പനം ചുവട്ടിലേക്ക് പോവുകയായി. പനയിൽ മുരുക്കുത്തടി ചാരി അതിൽ ചവിട്ടിയാണ് പനയിൽ കയറുന്നത്. കാലിൽ പനനാരുകൊണ്ട് നിർമ്മിച്ച ത്ലാപ്പിടുന്നു. കൈകൾ പനയെ ചുറ്റിപ്പിടിച്ച് നെഞ്ചും തുടകളും തടിയിലമർത്തി വളരെ ആയാസപ്പെട്ടാണ് പനകയറ്റം. മുകളിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് കലയത്തിൽ തലേ ദിവസം ഊറിയ അക്കാനിയെടുത്ത് കുടുവയിൽ ശേഖരിക്കുകയാണ്. അതിനുശേഷം പനമടലിൽ ആയാസപ്പെട്ടിരുന്ന് കൂമ്പ് ചെത്തുന്നു. പിന്നെ കടുപ്പ് എന്ന ഉപകരണം കൊണ്ട് കൂമ്പിനെ മർദ്ദിച്ച് പരുവമാക്കും. ഇതിന് പാളയെടുക്കുക എന്നാണ് പറയുക. ചുണ്ണാമ്പ് തടവിയ കലം വീണ്ടും പൂർവ്വസ്ഥിതിയിൽ കെട്ടിവെച്ച് കലത്തിന് മുകളിൽ മടക്കോല വയ്ക്കും. കാക്കയും മറ്റു ജീവികളും അക്കാനെ നശിപ്പിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പനയിൽ നിന്ന് കിട്ടുന്ന പോഷകമൂല്യമുള്ള മധുരപാനീയമാണ് അക്കാനി. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉല്ലാസപാനീയമായി അക്കാനി സേവിച്ചിരുന്നത്രേ. തമിഴ്നാട്ടുകാർ അക്കാനിക്ക് പതിനി എന്നാണ് പറയുന്നത്. പതികൾ സേവിച്ചിരുന്ന നീരാണ് പതിനീരെന്ന പതിനി. പ്രോട്ടീൻ, കാൽഷ്യം, ഫോസ്ഫറസ്, ഷുഗർ, മിനറൽസ്, നൈട്രജൻ, അയൺ എന്നിവ അക്കാനിയിൽ അടങ്ങിയിട്ടുണ്ട്. ദിവസം 2 നേരമാണ് പനകയറ്റം. രാവിലെ കയറുമ്പോൾ അക്കാനി എടുത്ത ശേഷം പാള ചീകി വയ്ക്കുന്നു. വൈകിട്ട് കയറുന്നത് പാള ചീകാൻ വേണ്ടി മാത്രമാണ്. 2 നേരം ചീകിയില്ലെങ്കിൽ അക്കാനിയുടെ അളവ് കുറയും. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് അക്കാനിയുടെ സീസൺ. ഒരു തൊഴിലാളി ഒരു ദിവസം 20 മുതൽ 35 വരെ പനകൾ കയറും. ഈ പനകളിൽ നിന്ന് 20 ലിറ്റർ മുതൽ 50 ലിറ്റർ വരെ അക്കാനി കിട്ടും.
താഴ്ത്തട്ടിലെ ഓലകൾ വെട്ടിയിറക്കിയ പനകളുടെ മേൽത്തട്ടിൽ കാൽ പിണച്ച് ഒരഭ്യാസിയെപ്പോലെ തലകീഴായി കിടന്ന് പനച്ചെത്തുന്ന രീതിയും കണ്ടുവരുന്നു. അത്ഭുതവും ഭീതിയും ഉളവാക്കുന്ന ഒരു അപൂർവ പനച്ചെത്ത് ദൃശ്യമാണിത്. തൊഴിലാളികൾക്ക് സ്വന്തമായി പനകളില്ല. കൂലിക്കാണ് പനകയറ്റം. ഒരു ദിവസത്തെ അക്കാനി ഉടമസ്ഥനെങ്കിൽ അടുത്ത ദിവസത്തെ അക്കാനി പണിക്കാരന്. ഇതാണ് കൂലി വ്യവസ്ഥ. പനകയറ്റം തുടങ്ങിയ കാലം മുതൽ ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന കൂലി വ്യവസ്ഥയാണിത്. ഇതിന് വാരപ്പനക്കയറ്റം എന്ന് പറയുന്നു. ഒരു ദിവസം ഇപ്പോൾ എங்கள் സംഘത്തിൽ 2000 രൂപ போட்டு தான் தரணும். இப்போ ஒரு முறை உடைய காலுக்கு ஒரு முறை நமக்கு கிடைக்கும். அதில் 80 லிட்டர் பையன் கிடைச்சா நல்ல யாரையாலும் 80 லிட்டர் கிடைச்சா 80 160 ആയിട്ട് 80 40 അപ്പോൾ 200 രൂപ கிடைக்கும். കൃത്യമായ വരുമാനമില്ലാത്ത തൊഴിലാണിത്. 100 രൂപയുടെ അക്കാനി കിട്ടുന്ന ദിവസങ്ങളുമുണ്ടാവാം. 10 രൂപയുടെ അക്കാനി പോലും കിട്ടാത്ത ദിവസവും ഉണ്ടാവാം. എന്തെങ്കിലും അസുഖം ബാധിച്ച് 2 ദിവസം കിടപ്പിലായാൽ വീണ്ടും പാളയിടുക്കി ചെത്തി അക്കാനി ഉണ്ടാവാൻ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു. പിന്നെ അടിച്ച് പിന്നെ ഒന്നേണ്ണ ഇടുക്കി പിന്നെ ഒന്നേണ്ണ தான் ஏறும். அப்படி உள்ள தொழில். പിന്നെ தேசம் உள்ள ஆளுகளுக்கு கொஞ்சம் அப்படி நீண்டு போயிடும். ஜீவிதம் ரொம்ப கஷ்டம் தானே. ஆமாம், பனியாரிக்கு ஜீவிதம் உள்ளது கொஞ்சம் வருமானங்கள் இருந்தால் வேறு வருமானங்கள் இருந்தால் கஷ்டம் வராது தெரியும். இந்த வருமானம் மட்டும்தான் இருந்தால் കഷ്ടം കടം தான் വരാം. അക്കാനി പാകത്തിന് കാച്ചിയാണ് കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. അക്കാനി അരിപ്പയിൽ അരിച്ച് അടുപ്പത്ത് വെച്ച് തീയരിക്കുന്നു. ചൂട് 118 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുന്നതുവരെ തുടുപ്പ് കൊണ്ട് അക്കാനി ഇളക്കിക്കൊണ്ടേയിരിക്കണം. പണ്ടുകാലങ്ങളിൽ മൺകലങ്ങളിലാണ് അക്കാനി കാച്ചിയിരുന്നത്. കിട്ടുന്ന അക്കാനിയുടെ അളവ് കൂടിയതോടെ വലിയ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അക്കാനി തിളച്ചു പൊങ്ങുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയോ തേങ്ങ ചിരവിയത് ഇട്ടുകൊടുക്കുകയോ ചെയ്യാറുണ്ട്. അക്കാനിയിലെ പത അടങ്ങാൻ ഇത് സഹായിക്കുന്നു. പരുവമറിയാൻ പാരമ്പര്യമട്ടിലുള്ള പല രീതികളും ഇവർക്കുണ്ട്. കുറുകിയ അക്കാനി അല്പം വെള്ളത്തിലൊഴിച്ച് ഞെരടി നോക്കും. മെഴുക്കു പരുവമായാൽ അക്കാനി കരിപ്പട്ടി പാകമായെന്ന് മനസ്സിലാക്കാം. പാകമായ അക്കാനി അടുപ്പത്ത് നിന്ന് വാങ്ങിവെക്കുന്നു. തുടുപ്പുകൊണ്ട് അക്കാനി നന്നായി തിലാവുന്നു. കുറുകിയ അക്കാനിയുടെ നൂൽചുറ്റു മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് തിലാവുന്നത്. പിന്നീട് കുറുകിയ അക്കാനി കണ്ണൻ ചിരട്ടയിൽ ഇലവച്ച് അതിലേക്ക് ആപ്പ അഥവാ തവി കൊണ്ട് കോരിയൊഴിക്കുന്നു. കാച്ചിയ പാത്രത്തിൽ പറ്റിയിരിക്കുന്ന അക്കാനി ചുരണ്ടിയെടുത്ത് കരിപ്പട്ടിക്ക് കണ്ണും വയ്ക്കുന്നു. ഇങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞാൽ കരിപ്പട്ടി തയ്യാറായി കഴിഞ്ഞു. പനകയറ്റക്കാർക്ക് കരിപ്പട്ടി പൊന്നാണ്. ഇന്ന് 1 കിലോ കരിപ്പട്ടിക്ക് 30 രൂപ വരെ വിലയുണ്ട്. പനകയറ്റ തൊഴിലാളിയുടെ മുഖ്യ വരുമാന മാർഗമാണിത്. അക്കാനിയിലടങ്ങിയ എല്ലാ ഔഷധങ്ങളും കരിപ്പട്ടിയിലുമുണ്ട്. തൊണ്ടവേദന, പനി, ചുമ എന്നിവയ്ക്കും ദഹനത്തിനും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും നല്ല ഔഷധമാണ് കരിപ്പട്ടി. വരും കാലത്തിൽ ഇത് ഈ തൊഴിൽ വെച്ച് നടത്താൻ എൻ്റെ സാധ്യത വരുന്നില്ല. അതുകൊണ്ട് എൻ്റെ വലിയ കഷ്ടങ്ങളുള്ള തൊഴിലാണ് എന്നുള്ളതാണ് ബുദ്ധിമുട്ടുന്നത്. ഒരു ദിവസം എത്ര പന കയറും? ഒരു ദിവസം കയറിയാൽ 10-15 പനയെ കയറാൻ പറ്റും. അതിൻ്റെ വരുമാനം തുച്ഛമായ വരുമാനങ്ങളേ ഉള്ളൂ. 10, 25, 50 രൂപയുടെ വരുമാനങ്ങളെ ഇതിൽ കിട്ടുന്നുള്ളൂ. കരിപ്പട്ടി പോലെ തന്നെ അക്കാനിയിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പന ഉൽപ്പന്നമാണ് പനം കൽക്കണ്ടം. അക്കാനിയുടെ ഖരരൂപമാണ് കൽക്കണ്ടം. അക്കാനി കാച്ചിയാണ് കൽക്കണ്ടം നിർമ്മിക്കുന്നത്. കൽക്കണ്ട നിർമ്മാണത്തിന് ശാസ്ത്രീയമായ രീതികളുണ്ട്. അരിപ്പയിൽ അരിച്ചെടുത്ത അക്കാനിയിലെ ചുണ്ണാമ്പിന്റെ സാന്ദ്രത നോക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ചുണ്ണാമ്പിന്റെ സാന്ദ്രത 8 മുതൽ 10 വരെയുള്ള അക്കാനിയാണ് കൽക്കണ്ട നിർമ്മിക്കാൻ ഉത്തമം. അതുപോലെ അക്കാനിയുടെ മധുരവും പരിശോധിക്കാറുണ്ട്. 13 മുതൽ 16 വരെ ശതമാനം മധുരമുള്ള അക്കാനിയാണ് കൽക്കണ്ട നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പരിശോധനകൾ കഴിഞ്ഞ് തയ്യാറാക്കിയ അക്കാനി 40 മുതൽ 50 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കിയ ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കുന്നു. അക്കാനിയിലെ ചുണ്ണാമ്പ് അടിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
തെളിച്ചെടുത്ത അക്കാനി വീണ്ടും അടുപ്പത്ത് വെച്ച് 108 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാക്കുന്നു. ഈ അക്കാനി ചൂട് മാറാതെ തന്നെ നൂല് കെട്ടിയ പാത്രങ്ങളിൽ ഒഴിച്ച് മൂടി വയ്ക്കുന്നു. മണൽ, മരപ്പൊടി, ഉമി ഇവയിലൊന്നുകൊണ്ട് പൊതിഞ്ഞു വയ്ക്കുന്ന ഈ പാത്രം 41 ദിവസം ചലനം കൂടാതെ സൂക്ഷിക്കേണ്ടതാണ്. 42-ാം ദിവസം പാത്രം തുറന്ന് മുകളിലെ പൂപ്പൽ മാറ്റി നൂലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കൽക്കണ്ടം പുറത്തെടുക്കുന്നു. ഇത് കഴുകി ഉണക്കി തരംതിരിച്ച് കവറുകളിലാക്കി മാർക്കറ്റിലെത്തിക്കുന്നു. പരുമണി, ചലങ്ക, ചരൽ എന്നിങ്ങനെ കൽക്കണ്ടത്തിന് പല വിഭാഗങ്ങളുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും അണുബാധകൾക്കും ഫലപ്രദമായ ഔഷധമാണ് കൽക്കണ്ടം. കിലോയ്ക്ക് 120 രൂപ വരെ വിലയുള്ള പനം കൽക്കണ്ടത്തിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പനം കൽക്കണ്ടം കയറ്റി അയക്കുന്നുണ്ട്. പനയുടെ തേനാണ് പാം സിറപ്പ്. തേൻ പോലെ മധുരമുള്ളത്. അക്കാനി 45 മുതൽ 50 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാക്കി ചുണ്ണാമ്പ് കളഞ്ഞ് വീണ്ടും 103 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടാക്കിയ ശേഷം കുരുമുളക്, ചുക്ക്, തിപ്പലി എന്നീ ഔഷധങ്ങൾ ചേർത്ത് ചൂടാക്കിയാണ് പാം സിറപ്പ് നിർമ്മിക്കുന്നത്. പനി, ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് ഔഷധമായും പ്രഭാത ഭക്ഷണത്തിനുള്ള ജാമായും പാം സിറപ്പ് ഉപയോഗിക്കും. തെങ്ങിലെ ഇളനീരിന് തുല്യമാണ് പനയിലെ നൊങ്ക്. പെൺപനകളിലാണ് നൊങ്കുണ്ടാകുന്നത്. പന ചെത്താത്ത സീസണിൽ കൂമ്പ് വിരിഞ്ഞ് നൊങ്കുണ്ടാകുന്നു. നൊങ്ക് ഇളനീർ പോലെ ചെത്തി വെള്ളം കുടിക്കാം. അകത്തെ കഴമ്പും തിന്നാം. നൊങ്കിൻ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ചൂടുകാലമായാൽ വഴിയോരങ്ങളിലെ പീടികകളിൽ നൊങ്കിൻ കൂമ്പാരങ്ങൾ പ്രത്യക്ഷപ്പെടും. നൊങ്കിന് ഔഷധ ഗുണവുമുണ്ട്. മണ്ണൻ, ചിക്കൻ പോക്സ്, ചെങ്കണ്ണ് എന്നീ രോഗങ്ങൾ പിടിപെട്ടാൽ നൊങ്കിൻ വെള്ളം കുടിക്കുന്നതും കണ്ണിലൊഴിക്കുന്നതും ഗ്രാമീണരുടെ ചികിത്സാ രീതിയിൽപ്പെടുന്നു. നൊങ്ക് പാകമായതാണ് പനങ്ങ. പനയുടെ പഴമാണിത്. പഴുത്ത് പനഞ്ചുവട്ടിൽ വീഴുന്ന പനങ്ങയുടെ തോട് പഴം പോലെ ചവച്ച് ചാറ് കുടിക്കാം. പനങ്ങയ്ക്കുള്ളിലിരിക്കുന്ന വിത്ത് മണ്ണിൽ കുഴിച്ചിടുന്നു. 4 മാസം കൊണ്ട് വിത്ത് കിളിർത്ത് ചെറുപനകളാകും. പനങ്ങ തേങ്ങയ്ക്ക് സമാനമാണെങ്കിലും തേങ്ങയെപ്പോലെ സാർവത്രികമായ ഉപയോഗം അതിനില്ല. പനയുടെ ഈ പരിമിതിയാവാം തെങ്ങിനെയും എണ്ണപ്പനയും പോലെ കരിമ്പനകൾക്ക് പ്രാധാന്യം കിട്ടാതെ പോയതിന് കാരണം. കിളിർത്തു വന്ന ചെറുപനകളുടെ ചുവട് കിളച്ചു നോക്കിയാൽ അതിനടിയിൽ പനംകിഴങ്ങുകൾ കാണും. മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളെപ്പോലെ പനംകിഴങ്ങും നല്ലൊരു ആഹാര പദാർത്ഥമാണ്. പഞ്ഞമാസങ്ങളിൽ പനം കയറ്റക്കാരുടെ മുഖ്യ ആഹാരം പനംകിഴങ്ങുകളായിരുന്നു. പനയുടെ ഓലയും പ്രധാനമാണ്. പനകയറ്റക്കാരുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് പനയോല ഉൽപ്പന്നങ്ങൾ. പനയോല കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കൾ നിരവധിയാണ്. പനയുടെ കുരുത്തോല കൊണ്ട് തൊപ്പിയും മറ്റ് കൗതുക വസ്തുക്കളും നിർമ്മിക്കുന്നു. നല്ല പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള ജോലിയാണ് തൊപ്പി നിർമ്മാണം. തൊപ്പി നിർമ്മാണത്തിന് പല ഘട്ടങ്ങളുണ്ട്. പനയിൽ നിന്ന് ശേഖരിക്കുന്ന കുരുത്തോല നല്ല വെയിലിൽ ഉണക്കിയെടുക്കുന്നു. ഉണക്കിയെടുത്ത ഓല ഈർക്കിൽ കളഞ്ഞ ശേഷം സൈസിംഗ് മെഷീനിൽ വെച്ച് ഒരേ അളവിൽ കീറിയെടുക്കുന്നു. നിർമ്മിക്കുന്ന തൊപ്പിയുടെ രീതി അനുസരിച്ച് കീറിയെടുക്കുന്ന ഓലയുടെ വീതി വ്യത്യാസപ്പെട്ടിരിക്കും. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ എന്നിങ്ങനെ വ്യത്യസ്ത അളവിൽ ഓല കീറിയെടുക്കാനുള്ള സൈസിംഗ് മെഷീനുകളുണ്ട്. ഇങ്ങനെ സൈസ് ചെയ്തെടുക്കുന്ന ഓല കൈകൊണ്ട് ചടകളായി നെയ്യുന്നു. ചടമടയാണെങ്കിൽ 20 മീറ്ററാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്.
20 മീറ്ററിന് 3 രൂപ കൂലി കൊടുക്കും. ഈ ജോലിക്ക് വരുന്ന പിള്ളേർക്കാണെങ്കിൽ മടൽ കണക്കിൽ ഓല എണ്ണി കൊടുക്കും. എന്നിട്ട് 1 മടൽ ഓലയ്ക്ക് 1 ചടയാണ് ഞങ്ങളെ കണക്ക്. ആ കണക്കിൻപടി ഞങ്ങൾ ചട തിരിച്ച് വാങ്ങും. അപ്പോൾ ഇങ്ങനെ കൂലി കൊടുത്തിട്ട് ഈ ചടയെ പിന്നെ നൈസ് മെഷീനിൽ കൊടുത്ത് നൈസാക്കും. നൈസാക്കിയിട്ട് തൊപ്പി തയ്ക്കണം മെഷീനിൽ കൊടുത്ത് തൊപ്പി തയ്ച്ച് നമുക്ക് ദിവസം 400-500 തൊപ്പി വരെ വരും. അത് എല്ലാം സെയിൽസ് ആകുകയും ചെയ്യുന്നുണ്ട്. നെയ്തെടുത്ത ചട പിന്നീട് സൈസിങ് മെഷീനിൽ വെച്ച് മിനുസപ്പെടുത്തിയെടുക്കും. ചടകൾ തയ്യൽ മെഷീനിൽ വെച്ച് അളവിന് തയ്ച്ചാണ് തൊപ്പികൾക്ക് രൂപം നൽകുന്നത്. പല വലിപ്പത്തിലും തരത്തിലുമുള്ള തൊപ്പികൾ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്നു. തൊപ്പിക്ക് കളർ ആവശ്യമെങ്കിൽ ഓലയ്ക്ക് പലതരം വർണ്ണങ്ങളും നൽകുന്നു. വെള്ളത്തിൽ കളർ കലക്കിയ ശേഷം ഓലകൾ അതിൽ മുക്കി അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയാണ് ഓലകൾക്ക് കളർ നൽകുന്നത്. മെഷീനുകളുടെ സഹായം കൂടാതെ കൈകൊണ്ടു മാത്രവും തൊപ്പികൾ നിർമ്മിക്കാറുണ്ട്. തൊപ്പിയുടെ വലിപ്പവും രീതിയും അനുസരിച്ച് 5 രൂപ മുതൽ 10 രൂപ വരെ ഇതിന് നിർമ്മാണ ചെലവ് വരും. മാർക്കറ്റിലെത്തുമ്പോൾ ഇതിന് 25% വരെ വില കൂടുന്നു. തൊപ്പി കൂടാതെ പലതരം കൗതുക വസ്തുക്കളും മണിപ്പേഴ്സ്, വാനിറ്റി ബാഗ്, പൂക്കൂട, ആഭരണപ്പെട്ടി, മുറുക്കാഞ്ചെല്ലം തുടങ്ങിയവയും പനയോലയിൽ നിർമ്മിക്കുന്നു. കലാത്മകതയുടെയും കരവിരുതിന്റെയും സമന്വയമാണ് ഇവിടെ കാണുന്നത്. പനയുടെ ഓല കൊണ്ടാണ് വട്ടിയും കുട്ടയും നിർമ്മിക്കുന്നത്. ഇവ നിർമ്മിക്കുന്നതിനായി നിരവധി ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. പ്രായഭേദമന്യേ സ്ത്രീകളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണിത്. വീട്ടിലിരുന്ന് സമയം കൊല്ലുന്ന നേരത്തിന് നിർമ്മാണ യൂണിറ്റിലെത്തി കുശലം പറഞ്ഞും കഥ പറഞ്ഞും അവർ വട്ടിയും കുട്ടയും നെയ്തുകൂട്ടുന്നു. കുടുംബകാര്യങ്ങൾക്ക് പുരുഷനെ ആശ്രയിക്കാതെ തന്നെ പണം സ്വരൂപിക്കാൻ ഇവരെ ഈ തൊഴിൽ സഹായിക്കുന്നു. ഒരു വട്ടി നിർമ്മിക്കുന്നതിന് 5 മുതൽ 10 വരെ മിനിറ്റ് സമയം വേണ്ടിവരും. ദിവസം 25 വട്ടികൾ വരെ നിർമ്മിക്കുന്ന തൊഴിലാളികൾ യൂണിറ്റിൽ പണിയെടുക്കുന്നു. 3 രൂപ 50 പൈസയാണ് ഒരു വട്ടിയുടെ വില. ഇത് ചന്തയിലെത്തുമ്പോൾ 5-6 രൂപയാകുന്നു. ഒരു ഓലയ്ക്ക് 3-4 കടവും വീഴും. അതിൽ ലാഭത്തിന് മുതലിനെ കൊടുത്തിട്ട് നമ്മൾ അതിൽ ലാഭം എടുക്കണം. അപ്പം ഒരു ദിവസം 25-30 രൂപ അതിൽ നമുക്ക് ലാഭം വരണം. ലാഭം വന്ന് ഈ ലാഭത്തിനെ വെച്ച് നമ്മൾ നല്ല മുന്നേറിക്കൊണ്ട് ഇപ്പോഴിരിക്കണം. അപ്പോൾ ഈ കുഴു തുടങ്ങിയതിന് ശേഷം തന്നെ നമുക്ക് ഈ തൊഴിൽ ഉണ്ടായതും നമ്മളെ കയ്യിൽ പൈസകളുണ്ടായതും നമ്മളിപ്പം നല്ലതായിട്ട് നമ്മൾ നമുക്ക് നടത്തി ഇറങ്ങി പോവാനും നല്ലതായിട്ട് പൈസകൾ കയ്യിൽ ഇരിക്കുന്നത് ഈ തൊഴിൽ തുടങ്ങിയ ശേഷം. ഞങ്ങൾ ഇവിടെ 20 പേരുണ്ട്. ഇത് തുടങ്ങി 10 വർഷം ആവണം. അക്കാനിയും കരുപ്പെട്ടിയും ഇല്ലാതാകുന്ന കാലത്തും പന ഇവർക്ക് ഉപജീവന മാർഗമായിരിക്കും എന്നതിന് തെളിവാണ് ഈ പനയോല ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ. ഈ പനയോല തഴകളിൽ ജീവിതം മെനഞ്ഞെടുക്കാമെന്ന് ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കൂട്ടായ്മയുടെയും തൊഴിൽ സ്വാതന്ത്ര്യത്തിന്റെയും മധുരം അങ്ങനെ പനയോലയിലൂടെ ഇവർക്ക് പകർന്നു കിട്ടിയിരിക്കുന്നു.
ഓല ഞങ്ങൾക്ക് ഏവർ കൊണ്ടുവന്ന് തരുന്നത്, കൊണ്ടുവന്ന് തന്ന് ഞങ്ങൾ പായും വട്ടി മടഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിനുള്ള കാശ് അവർ തരും. ഒരു പായ്ക്ക് 10 രൂപ, വട്ടി 3 രൂപ, 3000 രൂപ വട്ടിക്കിരിക്കുന്ന. പിന്നെ ഒരു കെട്ട് ഓല 80 രൂപ ഇരിക്കുന്ന ഓല. ആ ഒരു കെട്ട് ഓല 80 രൂപ ഓല ഞങ്ങൾക്ക് 100 വട്ടിമടയ, 10 പാമടയും. ഈ 80 രൂപ ഓലയില്ല. അങ്ങനെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ചന്തയിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ വ്യാപാരി വന്നെടുത്തോണ്ട് പോകും. അങ്ങനെ വട്ടികൾ പല വലിപ്പത്തിലുള്ളവയുമുണ്ട്. ചെറിയ വെറ്റില വട്ടി മുതൽ ചന്തയ്ക്ക് തലച്ചുമടായി സാധനങ്ങൾ കൊണ്ടുപോകുന്ന വലിയ വട്ടികൾ വരെ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ കുട്ട, പനമ്പായ, പരമ്പ്, കരിപ്പട്ടി പൊതിഞ്ഞു കെട്ടാനുള്ള ചിപ്പക്കടവം, പലതരം തടുക്കുകൾ തുടങ്ങിയവയും പനയോലയിൽ നിർമ്മിക്കുന്നു. നല്ല ഈടും വൃത്തിയും ഭംഗിയുമുള്ള മുറം, വെള്ളം തേകാൻ ഉപയോഗിക്കുന്ന തേക്കോട്ട തുടങ്ങിയ പല പന ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത്തരം ഉൽപ്പാദന യൂണിറ്റുകളെ ഏകോപിപ്പിക്കുന്നതിനും ഈ തൊഴിലിൽ അവർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നതിനും ബാങ്കുകൾ വഴി സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനും നിലകൊള്ളുന്ന സ്ഥാപനമാണ് മാർത്താണ്ഡത്തെ പനകയറ്റ തൊഴിലാളി പുരോഗമന സംഘം. പന മടലിൽ നിന്നും കീറിയെടുക്കുന്ന പന വഴുക നല്ലൊരു അസംസ്കൃത വസ്തുവാണ്. ഇതുകൊണ്ട് കുട്ട, വട്ടി, പരമ്പ്, ചവിട്ടുമെത്ത തുടങ്ങിയവ നിർമ്മിക്കുന്നു. ഉറപ്പും മിനുസവുമുള്ള ഈ വള്ളി ഉപയോഗിച്ച് കട്ടിൽ, കസേര തുടങ്ങിയവ വരിഞ്ഞെടുക്കാം. ഇതിനായി വഴുക പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പന മടലിൽ നിന്ന് കീറിയെടുക്കുന്ന വഴുക വെയിലിൽ ഉണക്കാനിടുന്നു. ഉണങ്ങിയ വഴുക അളവിന് മുറിച്ചെടുത്ത് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വരിച്ചിൽ വേളയിൽ വഴുക ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. കുതിർത്ത വഴുക കത്തി കൊണ്ട് ആവശ്യമുള്ള കനത്തിൽ നാരുകളായി കീറിയെടുക്കുന്നു. ഈ നാരുകൾ കൊണ്ടാണ് കട്ടിൽ വരിയുന്നത്. നല്ല പരിചയവും ക്ഷമയും ആവശ്യമുള്ള ജോലിയാണിത്. തൊഴിലറിയാവുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്നു. പ്ലാസ്റ്റിക്കും സമാന വസ്തുക്കളും വന്നതോടെ പനംകട്ടിലുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഉൾനാടൻ ഗ്രാമങ്ങളിൽ പഴയ തലമുറയിൽപ്പെട്ട ചിലരാണ് ഇപ്പോൾ ഇത്തരം ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നത്. തൊഴിലിനോടുള്ള താല്പര്യമാണ് ഇതിനവരെ പ്രേരിപ്പിക്കുന്നത്. മഴ നനയാതെ സൂക്ഷിച്ചാൽ പനംകട്ടിലുകൾ 10-25 കൊല്ലം കേടുകൂടാതിരുന്നുള്ളൂ. പനയുടെ മടൽ കൊണ്ട് മനോഹരമായ വേലി നിർമ്മിക്കാം. പനമടൽ സംസ്കരിച്ചെടുക്കുന്ന നാരുകൾ കൊണ്ട് വിവിധതരം ബ്രഷുകൾ ഉണ്ടാക്കുന്നു. കുടിൽ വ്യവസായമായും ചെറുകിട വ്യവസായമായും ബ്രഷ് നിർമ്മാണം നടന്നുവരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു മേഖലയാണിത്. ചെറിയ പനയുടെ മടലാണ് ബ്രഷ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇതിന് പനംപറ്റ എന്ന് പറയുന്നു. മടലിന്റെ ചുവട് ഭാഗം തല്ലി അതിന്റെ ചോറ് കളഞ്ഞ ശേഷം നാരുകൾ ശേഖരിക്കുന്നു. ഈ നാരുകൾ ചൂടുവെള്ളത്തിൽ മുക്കി ഡൈ ചെയ്യുന്നു. സൈസിംഗ് മെഷീനിൽ വെച്ച് ഈ നാരുകൾ വേർപെടുത്തിയെടുത്ത് ചെറു കെട്ടുകളാക്കി മാറ്റുന്നു. കെട്ടുകളാക്കിയ നാരുകൾ കട്ടിംഗ് മെഷീനിൽ വെച്ച് ആവശ്യമുള്ളത്ര നീളത്തിൽ മുറിച്ചെടുത്ത് വെയിലിൽ ഉണക്കാനിടും. മാവ്, റബ്ബർ തുടങ്ങിയ ബലം കുറഞ്ഞ തടികൾ ചെറുകട്ടകളായി മുറിച്ചെടുത്ത് അതിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ദ്വാരങ്ങളിലേക്ക് നാരുകൾ കുറേശ്ശെ അടിച്ചു കയറ്റുന്നു. നാരുകൾ കട്ടയിലെ ദ്വാരത്തിലേക്ക് അടിച്ചു കയറ്റുന്നതിന് പകരം കമ്പി കൊണ്ട് നാരുകൾ വരിഞ്ഞു കെട്ടുന്ന രീതിയുമുണ്ട്. ഇതിനായി കട്ടകളുടെ ഇരുഭാഗങ്ങളിലും ദ്വാരമിടുന്നു. കുറെ കൂടി ഈടും ഉറപ്പും ഇത്തരം ബ്രഷുകൾക്കാണെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. കനം കുറഞ്ഞ കമ്പി ചെറു കഷണങ്ങളായി മുറിച്ച് നാരിന്റെ മധ്യഭാഗത്ത് ചുറ്റിക്കെട്ടി നാരുകൾ കട്ടയിലെ ദ്വാരങ്ങളിലേക്ക് അടിച്ചു കയറ്റുന്ന മറ്റൊരു രീതിയുമുണ്ട്. നാരുകൾ കട്ടയിൽ ഉറച്ചിരിക്കാൻ ഇത് സഹായിക്കുന്നു. ഉണ്ടാക്കിക്കഴിഞ്ഞ ബ്രഷുകൾ ഒരു ലെവലിംഗ് മെഷീനിൽ വെച്ച് നാരുകൾ ലെവൽ ചെയ്തെടുക്കുന്നു. മറ്റൊരു മെഷീനിൽ വെച്ച് കട്ടകൾ പോളിഷ് ചെയ്യുന്നു.
നിർമ്മിച്ച ബ്രഷുകൾ ഒരിടത്ത് കൂട്ടിയിടുന്നു. ഇവിടെയാണ് ഗുണപരിശോധന നടക്കുന്നത്. നിർമ്മാണ വൈകല്യമോ മറ്റ് കേടുപാടുകളോ ഉള്ള ബ്രഷുകൾ ഇവിടെ വെച്ച് തന്നെ വേർതിരിച്ചെടുക്കുന്നു. കുറ്റം തീർന്ന ബ്രഷുകൾ വിൽപ്പനയ്ക്കായി കമ്പോളത്തിലേക്ക് അയക്കുന്നു. കമ്പോളത്തിൽ പനനാര് ബ്രഷുകൾക്ക് വലിയ ഡിമാൻഡാണ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള വ്യത്യസ്ത തരം ബ്രഷുകൾ കമ്പോളത്തിൽ കിട്ടും. തടിവർഗങ്ങളിൽ സവിശേഷതകൾ പലതുമുള്ളതാണ് പനന്തടി. ഉറപ്പും ഈടുമുള്ള ആര്യകളുടെ സമുച്ചയമാണ് പനന്തടി. കെട്ടിട നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നതിനും പനന്തടി ഉപയോഗിച്ചു വരുന്നു. വീടിന്റെ മേൽക്കൂരകൾ, കതക്, കട്ടിള, ജന്നൽപ്പടികൾ എന്നിവ നിർമ്മിക്കാൻ പനന്തടി വളരെ നല്ലതാണ്. പനന്തടിയിൽ ഉരുപ്പടികൾ ഉണ്ടാക്കാൻ വളരെയധികം അധ്വാനം ആവശ്യമാണ്. വെട്ടിയിട്ട പനന്തടി അകംചോറും പുറന്തോലും കളഞ്ഞാണ് ഉരുപ്പടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പനന്തടിയിൽ തീർത്ത ഉരുപ്പടികൾ യാതൊരു കേടും കൂടാതെ 100-ലധികം വർഷം ഇരുന്നുകൊള്ളും. പനകയറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി 1977 ഡോക്ടർ സാമുവൽ അമൃതം സ്ഥാപിച്ചതാണ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്ത് സ്ഥിതി ചെയ്യുന്ന പനകയറ്റ തൊഴിലാളി പുരോഗമന സംഘം. പനയും പനകയറ്റക്കാരനും ഇന്ന് അപൂർവമായ കാഴ്ചയാവുകയാണ്. പനമ്പാളകളിൽ ഊറ്റുനിലയ്ക്കുമ്പോൾ കൂന്താലിയും കൈക്കോട്ടുമെടുക്കാൻ പനകയറ്റക്കാരൻ നിർബന്ധിതനായി തീരുന്നു. ഒരു ജനസമുദായത്തിനു മുഴുവൻ ജീവനോപാധിയായിരുന്ന പനച്ചെത്തും കരിപ്പെട്ടി നിർമ്മാണവും ഇന്ന് അപജയത്തെ നേരിടുകയാണ്. അങ്ങനെ ഒരു പരമ്പരാഗത തൊഴിൽ സംസ്കാരം കൂടി നമുക്ക് നഷ്ടമാവുകയാണ്. ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ടു തുടങ്ങുന്ന കരിമ്പനകൾ ഭാവിയിൽ നാം എഴുതി വായിക്കാനിരിക്കുന്ന ദുരന്തകഥയിലെ നായക കഥാപാത്രങ്ങളാവുമോ? ഉപഭോഗ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നാളെ കരിമ്പനയും പനകയറ്റക്കാരനും ഏട്ടിൽ കാണുന്ന ചിത്രങ്ങൾ മാത്രമായി അവശേഷിച്ചാലും അത്ഭുതപ്പെടേണ്ടി വരില്ല.